പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെ നിറഞ്ഞ ജമാദുൽ ഊല മാസത്തിൻ്റെ സുന്ദരമായ ഒരു വെള്ളിയാഴ്ച രാവ് നമ്മളിലേക്ക് വരികയാണ്. നാളെ വെള്ളിയാഴ്ച പകലാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമം പ്രയാസം പറയുന്ന കൂട്ടത്തിൽ പറയാറുള്ളൊരു വിഷമമാണ് എന്ത്? മക്കൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നു, യുക്തിവാദത്തിലേക്ക് പോകുന്നു. അള്ളയില്ല, അള്ളാൻ്റെ റസൂലില്ല, നരകമില്ല, സ്വർഗമില്ല. എന്തിനാണ് നിസ്കരിക്കുന്നത്? എന്തിനാണ് നോമ്പൊടിക്കുന്നത്? എന്തിനാണ് ഈ പൈസ മുടക്കി 5-4 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഹജ്ജിന് പോകുന്നതിന്? വേറെ പണിയൊന്നുമില്ലേ? ഇങ്ങനെ യുക്തിവാദം, നിരീശ്വരവാദം കൂടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്കും നമ്മുടെ മക്കൾക്കും നമുക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വിശുദ്ധമായ ഹദീസിലും വിശുദ്ധ ഖുർആനിലും പറയപ്പെട്ടിട്ടുള്ള അതിമഹത്തായ 2 ദുആകൾ. ഈ 2 ദുആ നമ്മൾ ചെയ്താൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഈ 2 ദുആകൾ സ്ഥിരമായി പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിലും നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യത്തിൽ നമുക്ക് പിന്നെ ദുഃഖം വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ 2 ദുആ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നു. അതിൻ്റെ അർത്ഥം അത് എപ്പോഴാണ് പറയേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവസാനം വരെ കേൾക്കാൻ മറന്നു പോകണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. കൂട്ടത്തിൽ ഒരു അഡ്വക്കറ്റ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, ഉസ്താദെ, മുൻകാലങ്ങളിൽ ഇല്ലായിരുന്നു, പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. 5 കാര്യം നമ്മുടെ സമുദായത്തിൽ കൂടുതലാണ്. ഏതാണ് ആ 5 കാര്യം? വളരെ ഗൗരവത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ, നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മളൊക്കെ ജാഗ്രത പുലർത്തേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. അല്ലാഹു തആല ഈ 5 കാര്യങ്ങളെ തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വീഡിയോ തുടർന്ന് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്തായി നിരവധി കാര്യങ്ങൾ പറയാറുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവരുടെയും എല്ലാ വിഷമ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ പ്രധാനിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ജമാദുൽ ഊല എന്ന അതിസുന്ദരമായ മഹത്തരമായ ഈ മാസത്തിൻ്റെ പുണ്യമായ ഒരു വെള്ളിയാഴ്ച രാവിലാണ് ഇന്നത്തെ ഇൻഷാ അല്ലാഹ് മഗ്രിബോട് കൂടി നമ്മൾ കടക്കുന്നത്. നാളെ വെള്ളിയാഴ്ച പകലാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകൽ, അതിൻ്റെയൊക്കെ ശ്രേഷ്ഠതയും അതിൻ്റെ മഹത്വവും, വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച പകലിലും നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ 2-3 വർഷങ്ങളായി നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. പരമാവധി സുന്നത്തുകളായ കാര്യങ്ങളൊക്കെ അധികരിപ്പിക്കുക. പ്രത്യേകിച്ച് സ്വലാത്തിൻ്റെ കാര്യം മറന്നുപോകണ്ട. ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ ദിനേന ചൊല്ലുന്നവരാണ്. പ്രത്യേകിച്ച് ഇത് മഹാനായ റിഫായി ഷെയ്ഖ് ഖദ്ദസല്ലാഹു സുറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു ആണ്ട് മാസം കൂടിയാണല്ലോ ജമാദുൽ ഊല എന്ന് പറഞ്ഞാൽ. അപ്പോൾ മഹാനവറുകൾ അവരുടെ ശിഷ്യന്മാരുമൊക്കെ ഏറ്റവും കൂടുതലായി ചൊല്ലിയ ഒരു സ്വലാത്ത് നമ്മളൊരു ക്ലാസ്സിൽ അത് വിശദീകരിച്ചു പറഞ്ഞിരുന്നു. അദദു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാ എന്നുള്ള അദദു സ്വലാത്ത്, അത് പരമാവധി അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ നമുക്ക് ഒരുപാട് ഇഹപര വിജയങ്ങൾ നേടിത്തരുന്ന സ്വലാത്തുകളാണ്. അതുപോലെ തന്നെ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അതുപോലെ സ്വതക്ക കൊടുക്കാൻ മറക്കണ്ട. ഇന്ന് അസർ നമസ്കാരത്തിന് ശേഷം പ്രത്യേകമായി നഖം വെട്ടൽ പ്രത്യേകം സുന്നത്താണ്. അതുപോലെ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം, മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് യാസിൻ ഓതിയോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ ഒക്കെ ദുആ രക്കുക. പറ്റുന്നതുപോലെ പുരുഷന്മാർ മരണപ്പെട്ട വാപ്പ ഉമ്മ അവർക്കൊക്കെ വേണ്ടി സിയാറത്ത് ചെയ്യുക. ഇങ്ങനെയുള്ള വെള്ളിയാഴ്ച രാവിലെ പകലിലെ അദ്കാറുകൾ, സ്വലവാത്തുകൾ, അതുപോലെ പുണ്യമായ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ നമ്മൾ വിട്ടുപോകണ്ട. അതുപോലെ നല്ലവണ്ണം ദുആ ചെയ്യണം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അല്ലാഹുവിലേക്ക് പറയാനുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. എല്ലാം പടച്ചവനിലേക്ക് പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആരക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പല സഹോദരിമാരും സഹോദരങ്ങളും ചില വാപ്പമാരൊക്കെ നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോൾ അവരൊക്കെ വലിയ പ്രയാസത്തിൽ പറയുന്ന ഒരു കാര്യമാണ് മക്കളുമായി ബന്ധപ്പെട്ട വിഷയം. ഉസ്താദേ, മകൻ കഞ്ചാവിന് അടിമയാണ്, മകൻ കള്ളു കുടിക്കുകയാണ്, എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ചീത്ത കൂട്ടുകെട്ടാണ്. ഇതൊക്കെ പല രക്ഷിതാക്കളും പറയുന്നതായി
നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, മക്കളുടെ ചീത്ത കൂട്ടുകെട്ട്, മക്കളുടെ ദുസ്വഭാവമൊക്കെ. എന്നാൽ ഈ അടുത്ത കാലത്തായി മാതാപിതാക്കൾ വളരെയധികം സങ്കടത്തിലായിട്ടുള്ള ഒരവസ്ഥയാണ്. മക്കളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. മക്കൾ ദൈവവിശ്വാസത്തിൽ നിന്നും, അതായത് പടച്ചവനിൽ നിന്നും, പടച്ചവനില്ല, അള്ളാഹ് ഉണ്ടോ, അള്ളാഹ് ഉണ്ടെങ്കിൽ എവിടെയാണ്, സ്വർഗമുണ്ടോ നരകമുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെന്നുള്ള തെളിവെന്താണ്, ഇങ്ങനെ നിരീശ്വരവാദത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക്, ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ഒരവസ്ഥയിലേക്ക് നിരവധി മക്കൾ മാറിപ്പോകുന്നതായി മാതാപിതാക്കൾ പരാതിയും പരിഭവവും സങ്കടവും ഒക്കെ പറഞ്ഞ് എന്നോട് തന്നെ 2-3 രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മളോടൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഈ ഫംഗ്ഷനൊക്കെ നമ്മൾ വരുമ്പോൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളോട് ഇവർ ഇൻജക്റ്റ് ചെയ്യും. ഇന്നിപ്പോൾ ക്യാമ്പസുകളിൽ വളരെയധികം വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ഡ്രഗ്സ് ആണ് എന്ത്? യുക്തിവാദം, നിരീശ്വരവാദം. 2-3 കുറച്ച് കുട്ടികളെ കിട്ടുമ്പോൾ അവരോട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ എന്തിനാണ് ഈ തൊപ്പി വെക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ തട്ടമിടുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ പർദ്ദ ഇടുന്നത്, നിങ്ങൾ എന്തിനാണ് നിസ്കരിക്കുന്നത്, അള്ളാഹ് ഉണ്ടോ, അതുപോലെ നരകമുണ്ടോ, സ്വർഗമുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരു മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മക്കളുണ്ട്, ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നമുക്ക് നല്ല രൂപത്തിൽ അതിന് മറുപടി പറയാൻ പറ്റും. അള്ളാഹ് ഉണ്ടോ എന്ന് ഒരാൾ ചോദിച്ചാൽ, അള്ളാഹ് ഉണ്ടോ, നിങ്ങൾ നിസ്കരിക്കുന്നു, നിങ്ങൾ ദുആ ചെയ്യുന്നു, നിങ്ങളുടെ പടച്ചോൻ എവിടെ, പടച്ചോൻ എവിടെയെന്ന് ചോദിച്ചാൽ അവനോട് തിരിച്ചു ചോദിക്കണം, നിനക്ക് ബുദ്ധി ഉണ്ടോടാ? അവൻ പറയും, എനിക്ക് ബുദ്ധിയുണ്ട്. ശരി, എനിക്ക് ബുദ്ധി ഇല്ലാതെയോ? ഞങ്ങൾക്കല്ലേ ബുദ്ധിയുള്ളൂ. യുക്തിവാദികൾ പറയും ഞങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി. എന്നാൽ ഈ ബുദ്ധി എവിടെ ഇരിക്കുന്നേ? തലച്ചോറിലാണോ ബുദ്ധി ഉള്ളത്? ഹൃദയത്തിലാണോ ബുദ്ധി ഉള്ളത്? കയ്യിലാണോ കാലിലാണോ? നീ നിന്റെ ബുദ്ധിയെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ അവനിക്ക് ഒരു ആൻസർ ഉണ്ടാവില്ല പറയാൻ. ബുദ്ധി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതുപോലെ തന്നെ കരണ്ട് അല്ലെ, ഇപ്പോൾ ട്യൂബ് തെളിയുന്നുണ്ട്, ഫാന് കറങ്ങുന്നുണ്ട്, അതെന്താണ്? കരണ്ട് കൊണ്ടാണ്. കരണ്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കരണ്ട് ആരും കണ്ടിട്ടില്ല. ആ കരണ്ട് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ലൈറ്റ് കത്തുന്നു, ഫാന് കറങ്ങുന്നു അല്ലേ? അപ്പൊ കരണ്ട് നമ്മളാരും കണ്ടിട്ടില്ല, ബുദ്ധി നമ്മളാരും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്നു ബഹിരാകാശത്തേക്ക് ഒരുപാട് ആളുകൾ പോയെന്ന് അല്ലെ, പോയവര് കണ്ടു കാണും. പക്ഷെ ഞാനും നിങ്ങളൊക്കെ ബഹിരാകാശം കണ്ടോ? നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ഉണ്ടാകും. ഇപ്പം അള്ളാഹ് ഉണ്ട് എന്നതിൻ്റെ അടയാളമല്ല ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ഒക്കെ. ഇതൊക്കെ വെറുതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഉണ്ടായതാണോ? അങ്ങനെ ആർക്കുണ്ടാക്കാൻ പറ്റും? അങ്ങനെ ആർക്കുണ്ടാക്കാൻ പറ്റും? ഒരു മൊട്ടുസൂചി ഉണ്ടാക്കണമെങ്കിൽ എത്രമാത്രം മനുഷ്യന്മാർ കഷ്ടപ്പെടണം അല്ലേ? ഒരു അരി ഉണ്ടാവാൻ എത്രയോ ആളുകളുടെ കഷ്ടപ്പാടിനൊടുവിലാണ് ഒരു മണി അരി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാണുന്ന സൂര്യനും ചന്ദ്രനും ആകാശവും ഒക്കെ ചുമ്മാ ഉണ്ടായതാണ്, ലോകം പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും വിശ്വാസമാവൂല. വിശ്വസിക്കുന്നവർ മണ്ടന്മാരാണെന്ന് പറയാം. ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരു സൃഷ്ടാവുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ മുസ്ലിമീങ്ങൾ. അപ്പോൾ അൽഹംദുലില്ലാ, നമ്മുടെയൊക്കെ ഈ ഈമാൻ, നമ്മുടെയൊക്കെ വിശ്വാസം അള്ളാഹു താല നിലനിർത്തി തരുമാറാവട്ടെ, ആമീൻ. ഇന്നിപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ രാവിലെ ചിലപ്പോൾ മുസ്ലിം ആയിരിക്കും, രാവിലെ കുഴപ്പമൊന്നുമില്ല, സുബഹിക്ക് നിസ്കരിച്ച് അവൻ പഠിക്കാൻ വേണ്ടി പോകും, അല്ലെങ്കിൽ ജോലിക്ക് പോകും. ചിലപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് അവൻ അമുസ്ലിമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്, വിശ്വാസം ഇല്ലാത്തവനായിട്ടാവാം അവൻ വരിക. അള്ളാഹ് ഉണ്ടോ? അള്ളാഹ് ഇല്ല, നരകമില്ല, സ്വർഗമില്ല എന്നൊക്കെ അവൻ വിശ്വസിച്ചിട്ടായിരിക്കും വരിക. ചില ആൾക്കാർ വൈകുന്നേരം മുസ്ലിം ആയിരിക്കും, പക്ഷെ രാവിലെ അവർ ആരായിരിക്കും? ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളായിരിക്കും. അപ്പൊ ഈ കാലത്ത്, ഈ അവസാന കാലഘട്ടമാണല്ലോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് അല്ലെ? നമ്മളൊക്കെ ആഖിർ സമാനിന്റെ ആളുകളാണ്, അവസാന കാലഘട്ടത്തിലെ ആളുകളാണ്. അപ്പോൾ ഈ അവസാന കാലഘട്ടത്തിലെ ആളുകളുടെ ഈമാൻ വേഗം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ഒരു തീക്കനൽ, ഒരു തീക്കട്ട, ഒരു തീക്കനൽ അത് നമുക്ക് കയ്യിൽ മുറുകെ പിടിക്കാൻ പറ്റും, പക്ഷേ നമ്മുടെ ഈമാന് നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റിക്കോളണമെന്നില്ല. അതാണ് അവസാന കാലഘട്ടത്തിലെ അവസ്ഥ. അതുകൊണ്ട് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതൊക്കെ ഹറാമായ, അല്ലെങ്കിൽ എന്താണ്, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത, മുത്തറസൂലിന് ഇഷ്ടമില്ലാത്ത, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, ഈ പരിശുദ്ധമായി വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ, ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളും നമ്മുടെ മക്കളും എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളാകുന്ന മാതാപിതാക്കൾ ദുആ ഇറക്കണം. ദുആ ഉൽ വാലിദി ലി വലദി കദുആ ഉൻ നബി ലി ഉമ്മത്തി എന്നാണ്. ഓരോ രക്ഷിതാക്കളും അവരുടെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അത് എന്തുപോലെയാണ്? അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അവരുടെ സമുദായത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ വേഗത്തിൽ അള്ളാഹു താല സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് നല്ലവണ്ണം ദുആ ചെയ്യണം. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു വക്കീൽ സാഹിബ്, ഒരു അഡ്വക്കേറ്റ് എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, ഉസ്താദേ, നമ്മുടെ സമുദായത്തിൽ 5 കാര്യങ്ങൾ ഇല്ലായിരുന്നു, പക്ഷേ ഈ 5 കാര്യങ്ങൾ ഇന്നിപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞത് ആത്മഹത്യയാണ് അല്ലേ?
ആത്മഹത്യ. പണ്ടൊക്കെ കുറവായിരുന്നു, ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് ത്വലാഖാണ്, വിവാഹമോചനം. പണ്ടൊക്കെ കുറവായിരുന്നു, ഇന്നിപ്പോൾ ഒരുപാടാണ് ഈ മുസ്ലിം സമുദായത്തിൽ. മൂന്നാമത്തേത് മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളുക. അത് ഈ സമുദായത്തിൽ ഏറ്റവും കൂടുതലായി കടന്നു വരുന്നു, കാണുന്നു. നാലാമത്തേത് ഈ നിരീശ്വരവാദമാണ്. നിരീശ്വരവാദം, യുക്തിവാദം, അല്ല, അള്ളാന്റെ റസൂലില്ല എന്നൊക്കെ പറഞ്ഞ് യുക്തിവാദം കൂടിക്കൊണ്ടിരിക്കുന്നു. അഞ്ചാമത്തേത് എന്താണ്? മദ്യം, മയക്കുമരുന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മുസ്ലിം സമുദായമാണ്. അപ്പം ഇങ്ങനെയുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം മാറിക്കിട്ടാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നല്ലൊരു ഹൈറായ ജീവിതമുണ്ടാവാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ 2 ദുആകൾ പറഞ്ഞു തരാം. ഒന്നാമത്തേത് മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഹദീസിൽ നിന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ദുആയാണ്. ഏതാണ് ദുആ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇതാണ് ആ ദുആ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അങ്ങനെയും പറയാം, അല്ലെങ്കിൽ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അങ്ങനെയും പറയാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്ന രൂപത്തിലാണ് പറയുന്നത്. എങ്ങനെ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുവേ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അല്ലാ, സബ്ബിത്ത് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണേ. സബ്ബിത്ത് ഖൽബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തണേ. എൻ്റെ മാത്രം പോരല്ലോ, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ഭർത്താവ്, എൻ്റെ സഹോദരന്മാർ, എല്ലാവരുടെയും ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണം. സബ്ബിത്ത് ഖുലൂബന, ഞങ്ങളുടെ ഹൃദയത്തെ നീ ഉറപ്പിച്ച് നിർത്തണം. അലാ ദീനിക്, പരിശുദ്ധമായ ഇസ്ലാമിൽ ഉറപ്പിച്ച് നിർത്തണേ അല്ലാ. ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത് റബ്ബേ, നഷ്ടപ്പെടുത്തി കളയരുതല്ല. ഇതാണ് ദുആ. പറഞ്ഞ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഒന്നുകൂടി, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. ഇനി വിശുദ്ധമായ ഖുർആനിലുള്ള ഒരു ദുആ നമുക്ക് പഠിക്കാം. ഈ ദുആ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നാണ്. ഇപ്പോൾ ആത്മഹത്യ കൂടുന്നു, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങൾ കൂടുന്നു, മദ്യം കൂടുന്നു, മയക്കുമരുന്ന് കൂടുന്നു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് നമ്മുടെ സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു പ്രയാസ പ്രശ്നങ്ങളൊക്കെ മാറാൻ, നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ, നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാൻ ഒക്കെ, അതുപോലെ തന്നെ നമുക്ക് നല്ല ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരണപ്പെടാനും പറ്റിയ ഒരു ദുആയാണ് വിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടൊരു ദുആയാണ്. ഏതാണ്? റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ഇതാണ് ദുആ. ഒന്ന് പറഞ്ഞേ, റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഹിദായത്ത് തന്നതിന് ശേഷം ഞങ്ങളുടെ ആദ്യമൊക്കെ നല്ല നിസ്കാരം നോമ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവസാനം മരിക്കുന്ന സമയത്ത് നിസ്കാരമില്ല, നോമ്പുമില്ല, അള്ളാഹനെ പേടിയില്ലാത്ത ഒരു അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥ വരുത്തരുത് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈമാൻ തന്നതിന് ശേഷം ഞങ്ങളുടെ ഖൽബിൽ നിന്നും നീ ഈമാനിനെ, ഇസ്ലാമിനെ, ദീനിനെ ഊരിക്കളയരുത് റബ്ബേ എന്നാണ് അതിന്റെ അർത്ഥം. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവിന്റെ ഇസ്മ അടങ്ങിയിട്ടുള്ള ദുആയാണ്. അള്ളാഹുവിന്റെ പവിത്രമായ ഇസ്മുൽ ആളമാണെന്ന് അഭിപ്രായമുള്ള യാ വഹാബ് യാ അള്ളാഹ് എന്ന ഇസ്മുണ്ടല്ലോ, ആ ഇസ്മു കൂടി ചേർത്തിട്ടുള്ള ഖുർആനിലെ ഈ വിശുദ്ധമായ ദുആ. അതുകൊണ്ട് ഈ 2 ദുആകളും പരമാവധി അധികരിപ്പിക്കുക. നമുക്ക് 2 ദുആയും ഒരു 3 പ്രാവശ്യം വീതം പറഞ്ഞാൽ അല്ലാഹു തആല ഇത് പറയുന്നതിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ വെള്ളിയാഴ്ച രാവിന്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും എല്ലാ വിധത്തിലുള്ള ദുസ്വഭാവങ്ങളെ തൊട്ടും, എല്ലാ വിധത്തിലുള്ള നിരീശ്വരവാദങ്ങളെ തൊട്ടും, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ദൈവിക നിഷേധവാദങ്ങളെ തൊട്ടും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മോശത്തരത്തെ തൊട്ട് അല്ലാഹു തആല കാക്കുമാറാവട്ടെ. 2 ദുആയും നമുക്കൊരു 3 പ്രാവശ്യം വീതം പറയാം. പറഞ്ഞു. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. രണ്ടാമത്തെ ദുആ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഹ്ഹാബ്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാഹുവേ, പടച്ചവനെ,
ഞങ്ങൾ ഈ പറഞ്ഞ 2 ദുആയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇത് ഞങ്ങൾക്ക് ഇന്ന് സ്ഥിരമായി എല്ലാ നമസ്കാരത്തിന് ശേഷം അതല്ലാത്ത സമയത്തും പറ്റുന്ന പോലെ എല്ലാ സമയത്തും ഈ ദുആ നമ്മൾ പരമാവധി ഉൾപ്പെടുത്തി പറയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ മക്കളെയും അല്ലാഹു തആല ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുആയുണ്ട്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു തആല നമ്മളെല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.